ഇസ്രായേൽ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനത്തിൽ വിമർശനവുമായി ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ജമാഅത്തെ ഇസ്ലാമിയെയാണ് ബഹിഷ്കരിക്കേണ്ടതെന്ന് പി.കെ. കൃഷ്ണദാസ്. ഐ ലവ് മുഹമ്മദ് കലാപശ്രമ പോസ്റ്റർ പത്തനംതിട്ടയിൽ പ്രത്യക്ഷപ്പെട്ടത് പിണറായി സർക്കാർ ഭീകരവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ തെളിവാണ്. യു.ഡി.എഫും തീവ്രവാദ ശക്തികളുമായി കൂട്ടുകൂടുന്നുവെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. അപ്പോൾ കേരളത്തിലെ തീവ്രവാദ സംഘടനകൾ അതുപോലെ തീവ്രവാദികൾ ഇവിടെ തഴച്ചു വളരുകയാണ്. അവിടെ ആയുധ പരിശീലനവും അവിടെ റിക്രൂട്ട്മെൻറ്റും എല്ലാം നടക്കുന്നത് കേരളത്തിലാണ്. കാരണം കേരളത്തിലെ പിണറായി സർക്കാർ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ തീവ്രവാദ സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമി, PFI, SDPI ഇവരുമായിട്ടെല്ലാം അവർ രാഷ്ട്രീയ സഹകരണം സഖ്യമുണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഇക്കാര്യത്തിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ UDF ഇതേ തീവ്രവാദ സംഘടനകളെ, ഭീകര സംഘടനകളെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കൂട്ടുപിടിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ഒരു ഭാഗത്ത് ഭരണപക്ഷത്തിൻ്റെ സഹകരണം, മറുഭാഗത്ത് പ്രമുഖ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം, ഇത് രണ്ടും ചേർന്നുകൊണ്ട് തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ തഴച്ചു വളരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്നത്.